സംസ്ഥാനത്തിന് പുതിയൊരു തുറമുഖ പ്രോജക്റ്റ് എന്നൊരു ആശയം അത് മലബാർ കേന്ദ്രീകരിച്ച് വരുന്നു എന്ന ചർച്ചകളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. യഥാർത്ഥത്തിൽ പൊന്നാനി കേന്ദ്രീകരിച്ച് ഒരു തുറമുഖ പദ്ധതി എന്ന ആശയം എന്നുണ്ടായതാണ്? മുൻകാല സർക്കാരുകളുടെ കാലത്തും ഈ ചർച്ചകൾ സജീവമായിരുന്നു. ഇപ്പോഴത്തെ അവിടുത്തെ ജനപ്രതിനിധിയൊക്കെ ഈ ഒരു ക്ലെയിം ഉന്നയിക്കുന്നുണ്ടോ അവിടെ? സജിത്ത്, 2015 പൊന്നാനിയിൽ സ്വകാര്യ തുറമുഖം എന്ന ഒരു അതിന് തുടക്കമായത്. അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അതിന് തറക്കല്ലിടുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ആദ്യ സ്വകാര്യ തുറമുഖം എന്നായിരുന്നു ഈ ഒരു പദ്ധതിക്ക് പിന്നിലുണ്ടായിരുന്ന ആശയം. അതിന് ഏകദേശം ഒരു വലിയ സംഖ്യ സ്വരൂപിക്കാനായിട്ട് സ്വകാര്യ നിക്ഷേപകരെ അവർ തേടിയിരുന്നു. മലബാർ പോർട്ട് എന്ന ഒരു കമ്പനിയായിരുന്നു ഇതിൻ്റെ ടെൻഡർ എടുത്തിരുന്നത്. 2000 കോടി രൂപയുടെ വലിയൊരു പദ്ധതിയായിരുന്നു വിഭാവനം ചെയ്തതെങ്കിലും അവർക്ക് അത് ഒറ്റയ്ക്ക് ഫണ്ട് കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് പിന്നീട് ആ പദ്ധതി ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇന്നത്തെ MLA ആയിരുന്ന P. നന്ദകുമാർ മുൻകൈ എടുത്തുകൊണ്ട് പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പല കമ്പനികളെയും അവിടെ ഈ മലബാർ പോർട്ടിന് പകരം മറ്റ് പല കമ്പനികളെ അവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും പൂർണ്ണമായിട്ടും അതൊന്നും ഫലം കണ്ടില്ല. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് കപ്പൽ നിർമ്മാണശാലയ്ക്കാണ് ഇപ്പോഴവിടെ സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. അതിന് ട്രാവൻകൂർ പ്രിസിഷൻ കോമ്പോണൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം 1000 കോടി രൂപയുടെ മുതൽ മുടക്കിൽ ഒരു കപ്പൽ നിർമ്മാണശാല അവിടെ നിർമ്മിക്കാനുള്ള പദ്ധതികൾക്കാണ് തുടക്കമായിരിക്കുന്നത്. അതിൻ്റെ DPR ഏകദേശം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടികളും തുടക്കമായിട്ടുണ്ട്. ഈ കപ്പൽ നിർമ്മാണശാലയോട് ചേർന്ന് ചെറിയ ഒരു ബാർജ് അല്ലെങ്കിൽ ഒരു ചെറിയ തുറമുഖത്തിൻ്റെ സാധ്യതകളാണ് ഇപ്പോഴവിടെ ഉള്ളത്. സ്വകാര്യ തുറമുഖം, പൊന്നാനി തുറമുഖം എന്ന കൺസെപ്റ്റിൽ നിന്നും ഏകദേശം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പകരം ഒരു കപ്പൽ നിർമ്മാണശാല എന്ന വലിയ ഒരു പദ്ധതിയിലേക്കാണ് അവിടെ ഇപ്പോൾ സാഹചര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. 30 ഏക്കർ ഭൂമി, 29 ഏക്കർ ഭൂമി അതിനുവേണ്ടി സർക്കാർ വിട്ടു നൽകാനും തയ്യാറായിട്ടുണ്ട്. നേരത്തെ സ്വകാര്യ തുറമുഖത്തിനായി കണ്ടെത്തിയ അതേ പ്രദേശത്താണ്, അതേ ഇടം തന്നെയാണ് ഈ ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്കായിട്ട് നീക്കി വയ്ക്കുന്നത്. എന്നാണെങ്കിലും വരുന്ന മാസങ്ങളിൽ ഇതിൻ്റെ നടപടി ഉണ്ട്. എന്തായാലും പൊന്നാനി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മലബാർ കേന്ദ്രീകരിച്ച് ഇത്തരമൊരു ആശയം ഉണ്ട് നേരത്തെ എന്ന കാര്യം കൂടിയാണ് അനുമോദ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് തള്ളിക്കളയേണ്ടതില്ല. ഇത് സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യവുമായി ചേർന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ വ്യക്തി താല്പര്യമൊന്നുമല്ല. സംസ്ഥാനത്തെ പൊതു താല്പര്യത്തിന് വേണ്ടി ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണകർത്താവ് കാണുന്ന സ്വപ്നം, അങ്ങനെ കൂടി ചിന്തിക്കാം. അതിനെ ആ രീതിയിൽ കൂടി നമുക്ക് കാണാം. എന്തായാലും ഇത് വളരെ ഗൗരവമായ ഒരു ആലോചനകളാണ് മലബാറിൻ്റെ വികസനവുമായി. ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കാനുള്ളത്, നമ്മൾ ഈ ബൈപ്പാസുകൾ നിർമ്മിക്കാൻ അല്ലെ ദേശീയപാതകൾ നിർമ്മിക്കാൻ, ഹൈസ്പീഡ് റെയിൽ പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ജനവാസ മേഖലയെ ഒരുപാട് അത് ബാധിക്കും. പക്ഷേ ഈ തുറമുഖ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു തരത്തിലും നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്നില്ല. പക്ഷേ വലിയ സാധ്യതകളുമുണ്ട്. ഒരുപക്ഷെ ഈ 2 സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായ നീക്കം VD സതീശൻ എന്ന തന്ത്രശാലിയായ മുഖ്യമന്ത്രി ഒരുപക്ഷെ സ്വീകരിക്കുന്നതാണ്. അതാകുമ്പോൾ വലിയ തടസ്സങ്ങളൊന്നും വരാൻ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൊരു വെല്ലുവിളി. അതിനെ അങ്ങ് അതിജീവിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ അനന്തമായ സാധ്യതയുണ്ട്. തീരങ്ങൾ എല്ലായിടത്തുമുണ്ട്. 1-2 ജില്ലകൾ ഒഴിച്ചു നിർത്തിയാൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം അവർക്കുണ്ടാകും. ശരി, അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഒരു കാര്യം കൂടി, മുസ്ലിം ലീഗ് സർക്കാരിന് അല്ലെങ്കിൽ VD സതീശന് നൽകുന്ന വലിയ പിന്തുണയുണ്ട്, അതിനൊരു രാഷ്ട്രീയമുണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇതായിപ്പോൾ ഈ വിഴിഞ്ഞം വിഷയത്തിലടക്കം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയത് ന്യൂനപക്ഷങ്ങളുടെ അടക്കമുള്ള ഒരു വലിയ പിന്തുണ. അപ്പോൾ മലബാറിനൊരു വലിയ പദ്ധതി വേണം. ആ പദ്ധതി ഒരുപക്ഷെ ഒരു തുറമുഖ പദ്ധതി ആവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ എന്ന വിലയിരുത്തൽ തന്നെ നമുക്ക് നടത്തിക്കൂടെ? തീർച്ചയായും പൊന്നാനിയിൽ നിലവിലുള്ള കപ്പൽ നിർമ്മാണശാലയോട് ചേർന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുറമുഖത്തിന് സാധ്യത. കാരണം അവിടെ ഇനി തുറമുഖം മാത്രമായിട്ട് ഈ ഘട്ടത്തിൽ അത് DPR എല്ലാം പൂർത്തീകരിച്ച് ഒരു കമ്പനി അതിൻ്റെ പ്രാഥമിക പഠനങ്ങളെല്ലാം നടത്തി പ്രവർത്തനം തുടങ്ങിയ സാഹചര്യത്തിൽ ഒരു തുറമുഖം എന്ന തുറമുഖത്തിലേക്ക് മാത്രമായിട്ട് ആ പദ്ധതി ഒരിക്കലും ഒതുങ്ങുകയില്ല. കപ്പൽ നിർമ്മാണശാലയോട് ചേർന്ന് അനുബന്ധ വികസനമായിട്ടായിരിക്കും അവിടെ തുറമുഖം ഉണ്ടാവുക. പിന്നെ പൊന്നാനിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ കാര്യം പറയുന്നത്, പൊന്നാനിയിൽ VD സതീശൻ്റെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള MLA ആണ് നൗഷാദ് അലി. അദ്ദേഹത്തിൻ്റെ കാലത്ത് അവിടെ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് അതിനുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. മാത്രമല്ല വ്യവസായ മന്ത്രി എന്ന നിലയ്ക്ക് PK കുഞ്ഞാലിക്കുട്ടിക്കും അതിന് ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ ഇതൊരു
പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനുള്ള പദ്ധതിയായിട്ടാണ് ഈ തുറമുഖ നിർമ്മാണത്തെ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് തുറമുഖം മാത്രമല്ല, അത് കപ്പൽ നിർമ്മാണശാല കൂടിയുള്ള ഒരു വലിയ പദ്ധതിയായിട്ടാണ്, 1000 കോടിയുടെ വലിയൊരു വികസന പദ്ധതിയായിട്ടാണ് അവരത് വിഭാവനം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കപ്പൽ നിർമ്മാണശാല, അതിനുശേഷം അനുബന്ധമായിട്ടുള്ള തുറമുഖ വികസനം, അങ്ങനെയാണ് 1000 കോടിയുടെ ഒരു വലിയ പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പ്രാരംഭഘട്ടത്തിൽ ഇപ്പോൾ പൂർത്തീകരിക്കുന്നതായിട്ടുള്ള അവിടെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളുണ്ട്. അതായത് മീൻചാപ്പ് പോലത്തെ ചില നിർമ്മാണങ്ങളുണ്ട്. അതെല്ലാം പൊളിച്ചു നീക്കേണ്ടത് ഒരു സാഹചര്യമാണ് എന്നാണ് ഇപ്പോഴവിടെ ഈ പദ്ധതിക്ക് തടസ്സമായിട്ടുള്ളത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ വരും മാസങ്ങളിൽ പൂർത്തീകരിച്ച് കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണം ഈ വർഷം തന്നെ തുടങ്ങാനുള്ള ശ്രമങ്ങളാണ് ഈ ഒരു ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പരിപൂർണ്ണ പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം നമുക്ക് പൊന്നാനി പോർട്ട് എന്ന ഇതിനപ്പുറം ഒരു വലിയ സംരംഭമായിട്ടാണ് വരുന്നത്. അതിൻ്റെ അനുബന്ധമായിട്ടാണ് ഈ പോർട്ട് പൊന്നാനിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ശരി, ആയിരിക്കാം ഒരു പക്ഷേ, അത്തരം പദ്ധതികളാവാറുണ്ടാവും. ഒരു പക്ഷേ പൊന്നാനി മാത്രമാവുന്നില്ല, മറ്റ് സാധ്യതകളിലേക്കും ഒരു പക്ഷേ സർക്കാർ തിരിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ എന്തായാലും ഈ വിഴിഞ്ഞം വിവാദങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് മലബാറിനൊരു വലിയ വികസന പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവും. അത് പക്ഷേ ഒരു പക്ഷേ അദാനിയെ ചേർന്ന്, നമുക്കറിയാം സ്വകാര്യ കമ്പനികൾ അദാനി അല്ലെങ്കിൽ എക്സ് ഓർ വൈ ഉണ്ടാവട്ടെ, ഒരു പക്ഷേ അദാനിയെ കൂടി ചിന്തിക്കുന്നതിലും തെറ്റു പറയാൻ പറ്റില്ല. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും ഈ ചർച്ചകൾ പ്രസക്തമാണ്, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അല്ലേ. അതായത് രാജ്യസുരക്ഷയും പൊതു താല്പര്യത്തെയും സംസ്ഥാനത്തിന്റെ വാണിജ്യ താല്പര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കാതിരുന്നാൽ ആർക്കും നിക്ഷേപം നടത്താം. അതിനെന്താണ് പ്രശ്നം? അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നതാകും കൂടുതൽ. അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ വലിയ സാധ്യതകളാണ്. എന്തായാലും നമ്മൾ പൊന്നാനിയിലെ MLA KP നൗഷാദ് അലിയുടെ കൂടെ പ്രതികരണം തേടിയിരുന്നു അദ്ദേഹം, പക്ഷേ തൽക്കാലം ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും വരുന്ന മണിക്കൂറുകളിലെങ്കിലും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വിഴിഞ്ഞം സംസ്ഥാനത്തെ ഒരു വലിയ വിവാദ വിഷയമായി തന്നെ തുടരുകയാണ്. സർക്കാർ തീരുമാനമെടുക്കും, അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നീക്കവുമുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് അതിൻ്റെ തുടർ വാർത്തകൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.